ഗൾഫിൽ യുദ്ധഭീതി തുടരുന്നതിനിടെ ഇറാൻ ആക്രമണ നിലപാട് മയം വരുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രക്ഷോഭകരെ കൊലപ്പെടുത്തുന്നതും തൂക്കിലേറ്റുന്നതും ഇറാൻ നിർത്തിവെച്ചതായി റിപ്പോർട്ട് ട്രംപ് സ്വാഗതം ചെയ്തു. അതേസമയം ഇറാനിൽ പ്രക്ഷോഭകരെ അമർച്ച ചെയ്യാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമേൽ അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തി. സുരക്ഷാ സൈന്യം കീഴടക്കിയ ഇറാൻ തെരുവുകളിൽ നിന്ന് പ്രക്ഷോഭകാരികൾ പിൻവാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. കാലത്ത് 5 മണിക്കൂർ ഏർപ്പെടുത്തിയ നിരോധനത്തിന് ശേഷം ഉച്ചയോടെ ഇറാൻ വ്യോമപാതകൾ തുറന്നു. സുരക്ഷാ ഭീഷണി മുൻനിർത്തി പല വിദേശ വിമാന കമ്പനികളും ഇറാനിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ റദ്ദാക്കി. ഇറാനിൽ നിന്ന് പൌരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടി ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ തുടരുകയാണ്. MC നാസർ വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. നാസർ, ആക്രമണ നിലപാട് മയപ്പെടുത്തുകയാണ് ട്രംപ്. എങ്ങനെ കാണണം ഇതിനെ? അമൃത, തീർച്ചയായിട്ടും പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് ട്രംപിൻ്റെ പ്രതികരണങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇന്നലെ രാത്രിയാണ് ഇറാൻ ഈ വധശിക്ഷ നടപടികളിൽ നിന്ന് പിൻവലിയുന്നതായിട്ടുള്ള റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ സൂക്ഷ്മമായി അത് വിലയിരുത്തി വരികയാണെന്ന് വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് നടത്തിയ പ്രതികരണത്തിൽ ഇറാൻ പൂർണ്ണമായിട്ടും വധശിക്ഷ നടപടികൾ, പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതും അവരെ നിഷ്ഠുരമായിട്ട് കൊന്നൊടുക്കുന്നതുമായ എല്ലാ നടപടികളും നിർത്തിവെച്ചതായിട്ട് തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇത് നല്ല കാര്യമാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. പക്ഷെ അതേസമയം ആക്രമണം നിർത്തിവെച്ചതായോ ആക്രമണം ഉണ്ടാകില്ലെന്നോ ഉള്ള യാതൊരു വ്യക്തതയും ട്രംപ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു യുദ്ധഭീതി എന്നത് പൂർണ്ണമായിട്ടും മാറി എന്ന് പറയാനാവില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ ഏതാണ്ട് 5 മണിക്കൂർ നേരമാണ് ഇറാന്റെ വ്യോമപാതകൾ അടച്ചിട്ടത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിലും വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അവിടെയുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരോട് പരമാവധി ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിലും ഇറാനിലും ഏറെക്കുറെ ഈ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. പക്ഷേ മേഖലയിൽ പൊതുവായിട്ട് ഒരു പൊടുന്നനെയുള്ള ഒരു ആക്രമണം ഇറാന് നേർക്ക് അമേരിക്ക നടത്താൻ സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇനി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. US സെനറ്റർ ലിൻസി ഗ്രാമിൻ്റെ ഒരു പ്രതികരണം അല്പം മുമ്പ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇറാന് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് ട്രംപ് പിന്തിരിഞ്ഞതായിട്ടുള്ള വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്നാണ്. അതിൻ്റെ അർത്ഥം നിലവിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് ഭരണകൂടം ഇനിയും എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക നിലനിൽക്കുന്നത് കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തങ്ങളുടെ സേന സജ്ജമാണെന്ന് അല്പം മുമ്പ് ഇറാനിലെ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് ഇറാനിലെ സൈനിക സംവിധാനങ്ങളൊക്കെയും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതേ രീതി തന്നെയാണ്, അതേ പ്രതികരണം തന്നെയാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നത്. പൂർണ്ണമായിട്ടും ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കാൻ എല്ലാ സേനാ വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകിയതായിട്ട് ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഒരുപക്ഷെ കൂടുതൽ വ്യക്തതയുള്ള ഒരു പ്രതികരണം നടത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അമൃത. നാസർ,